ഫ്രണ്ട്സ് ആൻഡ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ നമ്മൾ ഇന്ന് ചെയ്യാൻ പോകുന്നത് നിങ്ങൾ തംബ്നെയിലിൽ ഓൾറെഡി കണ്ടിട്ടുള്ള പോലെ തന്നെ ഈ മൈലാഞ്ചി എൻ്റെ ചുണ്ടത്തിടാനായിട്ട് പോവാണ്. ഇതിന് വേണ്ട ആകെയുള്ളൊരു സാധനം എന്ന് പറയുന്നത് ഈ മൈലാഞ്ചി മാത്രമാണ്. പിന്നെ നമുക്കൊരു മിറർ കാണും, അതിന് എൻ്റെ കയ്യിൽ ഓൾറെഡി ഇവിടെ ജയലക്ഷ്മി കണ്ണാടി ഉണ്ടല്ലോ. പിന്നെ ഈ ഒരു സംഭവം ഞാൻ ഒരുപാട് വീഡിയോസ് കണ്ടിട്ടുണ്ട്. ഒരിടയ്ക്ക് മൈലാഞ്ചി വെച്ചിട്ടുള്ള ലിപ്സ്റ്റെയിൻ അടിപൊളിയായിട്ട് വൈറലായിട്ടുള്ള ഒരു ടൈമായിരുന്നു. ഇതാണ് എൻ്റെ ഒറിജിനൽ ലിപ്സ്. ഞാൻ ലിപ്സ്റ്റിക് ഇടാത്ത എൻ്റെ ലിപ്സ് എന്ന് പറയുന്നത് ഇതാണ്. ബിക്കോസ് എൻ്റെ ലിപ്സ് ഓൾറെഡി പിഗ്മെൻറ്റഡ് ലിപ്സ് ആണ്. പിന്നെ അത് മാത്രമല്ല വർഷങ്ങളായിട്ട് ലിപ്സ്റ്റിക്സ് യൂസ് ചെയ്യുന്ന കാരണം അതിൻ്റെ പിഗ്മെൻറ്റേഷൻസും ഉണ്ട്. ബട്ട് സ്റ്റിൽ എൻ്റെ ജനിച്ചപ്പോഴേ ഇങ്ങനത്തെ കുറച്ച് പിഗ്മെൻറ്റഡ് ആയിട്ടുള്ള ലിപ്പാണ്. ഓക്കെ, ഫൺ അപ്പാർട്ട്, അങ്ങനെ ഇരിക്കട്ടെ. എന്താ പറഞ്ഞു വന്നാൽ ഞാനിപ്പോൾ ടോപ്പിക്കിൽ നിന്ന് തന്നെ മാറിപ്പോയല്ലോ. ഓക്കെ, ബാക്ക് ടു ദി ടോപ്പിക്. അപ്പോൾ നമ്മളിന്ന് ട്രൈ ചെയ്യാൻ പോകുന്നത് ഈ ലിപ്സ്റ്റിക്ക് ഈ ഒരു മെഹന്തി വെച്ചിട്ട് നമുക്ക് ചുണ്ടിൽ താജ്മഹൽ അല്ലെങ്കിൽ കുത്തപ്പീനാർ നമ്മളിന്ന് പണിയാൻ പോകുന്നതാണ്. ഇത് നമ്മൾ ആരും ട്രൈ ചെയ്യണമെന്ന് ഞാൻ പറയില്ല. ബിക്കോസ് ഞാൻ ഒരുപാട് വീഡിയോസ് കണ്ടു. അതിലൊന്നും നെഗറ്റീവായിട്ടൊന്നും കണ്ടൊന്നുമില്ല. പക്ഷേ കുറച്ച് എന്താ പറയുക, ബേണിങ് സെൻസേഷനും കാര്യങ്ങളൊക്കെ ഉണ്ടാവുമെന്ന് പറയുന്നുണ്ട്. അതല്ലാതെ ഇത് യൂസ് ചെയ്യാൻ പാടില്ല എന്നോ അങ്ങനെയൊന്നും പറഞ്ഞിട്ട് ഞാൻ നെഗറ്റീവായിട്ടൊന്നും കണ്ടൊന്നുമില്ല. അഫ്കോഴ്സ് നമ്മളിത് മെഹന്തി നമ്മൾ കയ്യിലിടുന്നതാണ്, ഓൾസോ നമ്മൾ ഹെയറിലിടുന്നതാണ്. അങ്ങനെ നെഗറ്റീവ്സ് ഉണ്ടാകാനുള്ള ചാൻസ് ഇല്ല എന്നാണ് എൻ്റെ ഒരു നിഗമനം. എൻ്റെ ഒരു അറിവ് വെച്ചിട്ട് ഈ ഒരു സംഭവം നെഗറ്റീവായിട്ട് ഒന്നും വരാനുള്ള ചാൻസ് ഇല്ല. ബട്ട് നോക്കി വെക്കാം. പക്ഷേ ഇതിടുമ്പോൾ പുകഞ്ഞ് എരിഞ്ഞുകൊണ്ടിരിക്കുന്നൊരു സംഭവം ഞാൻ കണ്ടിട്ടുണ്ട് ഒരുപാട് പേരുടെ വീഡിയോസിൽ. അങ്ങനെയാണോ അല്ലേ, നമുക്ക് ട്രൈ ചെയ്ത് നോക്കാം. അപ്പോൾ നമുക്ക് നമ്മുടെ കുത്തപ്പിന്നാർന്ന പണിയിലൊക്കെ കടക്കാം. അപ്പോൾ ഇതിൻ്റെ അറ്റത്ത് ഇങ്ങനൊരു ഗ്രീൻ കളർ കാണുന്നുണ്ടോ? ഗ്രീൻ കളർ ബോൾ പോലത്തൊരു സംഭവമുണ്ട്, കാണുന്നുണ്ടാവും വിചാരിക്കണം. അത് നമുക്ക് വലിച്ചു വരാം. യെസ്, ഐ ഡിഡ് ഇറ്റ്. നമുക്കിത് കട്ട് ചെയ്യേണ്ട ആവശ്യമില്ല എന്ന് തോന്നുന്നു, ഐ ഗസ്. അതുകൊണ്ട് തന്നെ നമുക്കിതൊന്ന് കയ്യിലൊന്ന് ആക്കി വെക്കാം. വരുന്നുണ്ടോ നോക്കട്ടെ. യെസ്, ഇറ്റ്സ് കമ്മിങ് ഗൈസ്. യാ, ഇറ്റ്സ് ഹിയർ. സോ നമുക്ക് നമ്മുടെ ജയലക്ഷ്മി കണ്ണട വെച്ചിട്ട് ലിപ്പിൽ ഇട്ട് കൊടുത്ത് നോക്കാം. നമുക്ക് ആദ്യം ലിപ്പിൻ്റെ ഔട്ടർ ലൈനിലോട്ട് നമുക്ക് ഇട്ട് കൊടുക്കാം. വരുന്നില്ലല്ലോ. അപ്പർ ലിപ്പ് ഞാൻ വരച്ചിട്ടുണ്ട്. പക്ഷേ അത്യാവശ്യം നല്ല രീതിയിൽ എന്നെ പൊള്ളുന്നുണ്ട് ഗൈസ്, നീറുന്നുണ്ട് നന്നായിട്ട്. ബട്ട് നമ്മൾ ഗിവ് അപ്പ് ചെയ്യാൻ പാടില്ല. എൻ്റെ മുഖം പൊള്ളിപ്പ് കാണുന്നുണ്ടെങ്കിൽ ഇതോടെ ഞാൻ യൂട്യൂബ് ചാനൽ നിർത്തുന്നതായിരിക്കും. എനിക്ക് എന്നെ കണ്ടിട്ട് ചിരി വരുന്നു. എങ്ങനെയുണ്ട് കാണാനായിട്ടാണ്? നല്ല രസമില്ലേ കാണാനായിട്ടാണ്? നന്നായിട്ടുണ്ടല്ലേ. നന്നായിട്ട് പൊള്ളുക, നീറുക, എന്തൊക്കെയോ ഫീല് തോന്നുന്നുണ്ട്. അറിഞ്ഞൂടാ, ഒരു മുളക്, നമ്മൾ ഭയങ്കര എരിവുള്ള ഫുഡ് കഴിച്ചാൽ വരുന്നൊരു ഫീലാണ് വരുന്നത്. ഇത് നമുക്ക് ഫുള്ളായിട്ട് ഫില്ല് ചെയ്ത് കൊടുക്കാം. നന്നായിട്ടില്ല എന്നെ കാണാനായിട്ട്? അറിയാണ്ട് ഞാനിത് കുറച്ച് ടേസ്റ്റും ചെയ്തു പോയി. നല്ലൊരു വൃത്തിയട്ട ടേസ്റ്റുമാണ്. അതിൻ്റെ ഒപ്പം തന്നെ നല്ല രീതിയിൽ ഒരു പൊള്ളണ ഒരു തരം ഫീല് വരുന്നുണ്ട്. ഞാൻ ഇതൊന്ന് ഉണങ്ങിയിട്ട് വരാം കേട്ടോ. ഉണങ്ങാൻ വേണ്ടി വെയിറ്റ് ചെയ്യുന്നുള്ളത് നമുക്ക് കണ്ടറിയണം. നല്ല കോമഡി ആയിട്ടുണ്ട് എന്നെ കാണാനായിട്ടുള്ളത്, എനിക്കറിയാം. ഓക്കെ, ഉണങ്ങി കഴിഞ്ഞിട്ട് വരാം ഗൈസ്. ഒരു 20 മിനിറ്റ് നമുക്ക് വെയിറ്റ് ചെയ്യണം മിനിമം എന്നാണ് ഞാൻ വീഡിയോസിലൊക്കെ കണ്ടത്. നമുക്ക് വെയിറ്റ് ചെയ്ത് നോക്കാം ഗൈസ്. ഓക്കെ,
നല്ല രീതിയിൽ ഉണങ്ങിയിട്ടുണ്ട്. എൻ്റെ തല്ലിലോട്ടൊക്കെ ആയിട്ടുണ്ട്. ജസ്റ്റ് ഇഗ്നോർ ഇറ്റ്, നോ പ്രോബ്ലം. നല്ല രീതിയിൽ ഉണങ്ങിയിട്ടുണ്ട്. എന്തായാലും ഒരു 20 മിനിറ്റൊക്കെ കഴിഞ്ഞിട്ടുണ്ട്. ഞാനിനി പോയി ഇതൊന്ന് കഴുകിത്തരാം. നല്ല വൃത്തികെട്ട ടേസ്റ്റ് ഉണ്ട് അതിന്. നല്ല രീതിക്ക് വൃത്തികെട്ടൊരു ടേസ്റ്റാണ് ഇതിനുള്ളത്. ഞാനിത് പോയി കഴുകിയിട്ട് വരാൻ. ഞാനിവിടെ കഴുകി കഴിഞ്ഞ് വന്നിട്ടുണ്ട്. എനിക്ക് ഫീൽ ചെയ്തത് എന്താണെന്ന് വെച്ചാൽ ചെറുതായിട്ട് വളരെ ലൈറ്റായിട്ട് മേ ബി ഞാൻ ആ ഒരു ഹീറ്റ് പറ്റാത്തതുകൊണ്ട് തന്നെ പൊള്ളുന്നത് പറ്റാത്തതുകൊണ്ട് തന്നെ ഞാൻ ചെറുതായിട്ടൊന്ന് അധികം നേരം വെയിറ്റ് ചെയ്യാതെ ഒരുവിധം ഉണങ്ങി വന്നപ്പം ഞാൻ പോയി കഴുകിയിട്ടുണ്ടായിരുന്നു. പക്ഷെ എനിക്ക് ഫീൽ ചെയ്യണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ യൂഷ്വലി ഇങ്ങനെ ലിക്ക് ചെയ്യാത്തതാണ്. ഐ ജസ്റ്റ് യൂഷ്വലി ഡു ഇങ്ങനെ കാണിക്കും. പക്ഷെ ലിപ്പ് ലിക്കണമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഭയങ്കര, അതായത് നമ്മൾ ഇട്ട പോർഷനിലൊക്കെ നന്നായിട്ട് ഡ്രൈ ആവുന്നുണ്ട്. അതാണ് എനിക്കൊരു നെഗറ്റീവായിട്ട് തോന്നിയത്. അല്ലാന്നുണ്ടെങ്കിൽ ഓക്കെയാണ്. നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ ഒരു കളറില്ലാത്ത ലിപ് ബാം ഇട്ട് കൊടുക്കാം. എൻ്റെ കയ്യിൽ കളറില്ലാത്ത ലിപ് ബാം ഇല്ലാത്തതുകൊണ്ട് തന്നെ ലൈറ്റായിട്ട് ഒട്ടും ഇതിന് വളരെ ലൈറ്റായിട്ടുള്ള ഷെയ്ഡേ വരുള്ളൂ ഇട്ട് കഴിഞ്ഞാൽ. കണ്ടോ, ഈ ഒരു ലിപ് ബാമിന് കേട്ടോ ഇങ്ങനത്തെ ഇത്രയും ഷെയ്ഡേ വരുള്ളൂ. അപ്പോൾ നിങ്ങൾക്ക് കണ്ടിട്ട് എന്താണ് തോന്നുന്നത്? ഈ ഒരു പരീക്ഷണം എനിക്ക് ഓക്കെയാണ്. ചെറുതായിട്ടൊരു സ്റ്റെയിൻ തരുന്നുണ്ട് അല്ലേ? ചെറുതായിട്ടൊരു സ്റ്റെയിൻ തരുന്നുണ്ട്. അടിപൊളിയാണ്. പിന്നെ എൻ്റെ ഓൾറെഡി പിഗ്മെൻറ്റഡ് ലിപ്പ് ആയതുകൊണ്ട് തന്നെ അത്രയ്ക്ക് അങ്ങോട്ട് ഇതായിട്ട് എനിക്ക് എന്താ പറയുക കളർ വന്ന പോലെ തോന്നുന്നില്ല. കുറച്ചും കൂടി അധികം പിഗ്മെൻറ്റേഷൻസ് ഇല്ലാത്ത ലിപ്പാണെന്നുണ്ടെങ്കിൽ എനിക്ക് തോന്നുന്നു കുറച്ചും കൂടി കളർ വരാനുള്ള ചാൻസ് ഉണ്ട്. പിന്നെ ഓൾസോ ഇതല്ലാതെ വേറൊരു റെഡ് കളർ കോണിൽ കിട്ടില്ലേ, റെഡ് കളർ വരുന്ന രീതിയിലുള്ള മൈലാഞ്ചി കിട്ടില്ലേ, അതാണ് ഞാൻ കുറേ പേര് ട്രൈ ചെയ്ത് കണ്ടത്. അത് ശരിക്കും ഇങ്ങനെ പീൽ ചെയ്തെടുക്കുന്ന പോലെ കണ്ടിട്ടുണ്ടായിരുന്നു. പക്ഷെ അത് അത് കുറച്ചുകൂടി കെമിക്കൽ കണ്ടന്റ് കൂടുതലുള്ളതാണെന്നാണ് ഞാൻ കേട്ടത്. അതുകൊണ്ടാണ് ഞാൻ അത് ട്രൈ ചെയ്യാണ്ടിരുന്നത്. എനിക്കത് ട്രൈ ചെയ്യാനായിട്ടുള്ള ധൈര്യമില്ല, അതുകൊണ്ടാണ്. പിന്നെ എനിക്ക് തോന്നിയ ഒരു കാര്യം എന്ന് പറയുന്നത്, ഇത് നമ്മുടെ ലിപ്സിൻ്റെ അപ്പർ ലെയറില്ലേ, അപ്പർ ലെയറുള്ള സ്കിന്ന് ഒന്ന് എക്സ്ഫോലിയേറ്റ് ചെയ്ത് കളയുന്ന പോലെ എനിക്ക് ഫീൽ ആയിട്ടുണ്ട്. ബിക്കോസ് എനിക്ക് അത്യാവശ്യം ഡെഡ് സ്കിൻസും കാരണം നിൽക്കുന്നുണ്ടായിരുന്നു. ബിക്കോസ് കുറേ നാളെ ഞാൻ ലിപ്സ് സ്ക്രബ് ചെയ്തിട്ട്, അതുകൊണ്ട് തന്നെ എനിക്ക് ഡെഡ് സ്കിൻസ് നിൽക്കുന്നൊരു ഫീൽ ഉണ്ടായിരുന്നു ഇതിന് മുന്നേ. പക്ഷേ ഇതിട്ട് കഴിഞ്ഞതിന് ശേഷം നല്ല രീതിയിൽ സോഫ്റ്റ് ആയിട്ടുണ്ട്. ഇതിൻ്റെ ക്ലോസർ ലുക്ക് ഞാൻ വേറൊരു ഇതിൽ ഞാൻ കൊടുക്കുന്നതാണ്. നന്നായിട്ട് ഡ്രൈ ആവുന്നുണ്ട്. അപ്പോൾ അത്രേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത്. ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാം, ഷെയർ ചെയ്യാം, ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാം. അപ്പോൾ എല്ലാവർക്കും ബൈ, ഗുഡ് നൈറ്റ്.